ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. ശലോമോൻ ഈ വേദഭാഗം പറയുന്നത് കുടുംബ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്റെ വീട്ടിലെ ഒരു ഡൈനിങ് ടേബിൾ എനിക്ക് അങ്ങോട്ടൊന്ന് മാറ്റിയിടണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എത്ര പിടിച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പൊക്കി എടുത്തുകൊണ്ട് പോയി മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എത്ര ബലഹീനരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് ഉണ്ടെങ്കിൽ രണ്ട് സൈഡിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ, അതായത് രണ്ടുപേരും മാറി മാറി ഒറ്റയ്ക്ക് പിടിച്ചാലും പറ്റത്തില്ല. പക്ഷേ ഇത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. ഇത് കുടുംബജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? കുടുംബജീവിതം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പിടിക്കണം, അല്ലാതെ ഒറ്റയ്ക്ക് പിടിച്ചാൽ പറ്റത്തില്ല. ഇന്നിപ്പോ കുടുംബജീവിതത്തെ കുറിച്ച് തന്നെ ആളുകൾക്ക് വലിയ അത്യാവശ്യമുണ്ടെന്ന് ഉള്ള സംശയമാണ്. ഒരു കൂരയുടെ കീഴിലാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അത് കുടുംബജീവിതമാകത്തില്ല. വി നീഡ് ടു ബി ടുഗദർ. ദൈവസഭയിൽ നമ്മുടെ ടുഗദർനെസ് വേണം, പക്ഷെ കുടുംബത്തിൽ അത് തുടങ്ങണം. ഒരുമിച്ച് വേണം, ഒരു മനസ്സും വേണം. പണ്ടത്തെയൊക്കെ ഒരു പ്രത്യേകത, എല്ലാ വീട്ടിലും വൈകുന്നേരങ്ങളിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് വേദോത്സവം വായിച്ച്, ഇന്നെവിടെയാ അപ്പൻ അപ്പന്റെ വഴി, അമ്മ അമ്മയുടെ വഴി, മക്കൾ പേടി വഴി. വി നീഡ് ടു ബി ടുഗദർ.